കുറയുന്നു. അതിനെ പരിപോഷിപ്പിക്കാനാണ് ശരീഅത്ത് വന്നത്, അതിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ ഏറ്റവും വലിയവനാണ്. പടച്ചവനെ, നിന്റെ വിഷയമാണ് ഏറ്റവും വലുത്. അള്ളാഹിന്റെ ഇസ്മുൽ അല്ലാഹുവിന് അക്ബർ എന്ന് പറഞ്ഞ ഇസ്മില്ല. അബ്ദുൽ അക്ബർ ഉണ്ടാവില്ല, അബ്ദുൽ കബീറേ ഉണ്ടാവുള്ളൂ. അള്ളാഹു കബീറാണ്. അവിടെ അക്ബർ കബീറൻ അല്ലാതെ ആരാ? അള്ളാഹു അല്ലാത്ത സർവ്വതും സഗീറല്ലേ. പിന്നെ അള്ളാഹിനെ പറ്റി അക്ബർ പറഞ്ഞു, അള്ളാഹ് കബീറാണ് മതി, ബാക്കിയൊക്കെ സഗീറാണ്. അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോൾ കബീർ എന്ന് പറയാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അക്ബറില്ല, എന്തേ ഉള്ളൂ? കബീറേ ഉള്ളൂ. പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അംറുല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ വിഷയങ്ങളിൽ ഏറ്റവും വലുതാണ്. നമ്മുടെ ജോലി തിരക്ക്, നമ്മുടെ ടെൻഷൻ, നമ്മുടെ കുടുംബം, നമ്മുടെ യാത്ര, നമ്മുടെ വീട്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിശപ്പ്, ദാഹം, ഇതിനേക്കാളൊക്കെ വലുതാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ വിഷയം ഏറ്റവും വലുതാണ്. ഇത് മനസ്സുകൊണ്ട് നാവുകൊണ്ട് അർത്ഥമറിഞ്ഞ് പറയുന്ന ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്നൊരു സാമീപ്യമുണ്ട്, ഒരടുപ്പമുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഹബീബായ നബി തങ്ങൾ വഫാത്താകുമ്പോൾ എന്താ പറഞ്ഞത്? അവസാന വാക്കെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല തങ്ങൾ പറയുന്നത്. തങ്ങളത് പഠിപ്പിക്കാൻ വന്ന നബിയാണ്, തങ്ങൾ അതിലും മീതയാണ്. തങ്ങൾ എന്താ പറഞ്ഞത് അവസാനം? ബലിർ റഫീഖൽ അഅ്ലാ. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സാമീപ്യം എനിക്ക് വേണം. ഇത് 3 തവണ പറഞ്ഞുകൊണ്ട് പുണ്യ നബി വഫാത്തായത്. നമ്മൾ പറയേണ്ടത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയത് നമ്മൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്. അല്ലാഹു, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ഞങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബായ നബി തങ്ങൾ മഹദിയുടെ وأنه صلى الله عليه وسلم مات ما بين النحري وحجري. എൻ്റെ മടിത്തട്ടിൻ്റെയും എൻ്റെ കഴുത്തിൻ്റെയും ഇടയിൽ കിടന്നുകൊണ്ടല്ലേ ഹബീബ് വഫാത്തായത്. അത്രത്തോളം വലിയൊരു മഹത്വം ആർക്കാണ് അവകാശപ്പെട്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദിയുടെ ഫളായിലുകൾ, മഹദി തന്നെ അഭിമാനം പറയുന്ന വാക്കാണത്. എൻ്റെ ഹബീബിൻ്റെ മടിയിൽ കിടന്നല്ലേ വഫാത്തായത്. അവിടുത്തെ അവസാന നേരം ഹബീബിൻ്റെ വായിലേക്ക് ചേർന്നത് എൻ്റെ ഉമ്മിനീരാണ്. എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ, അബ്ദുറഹ്മാൻ എന്ന എൻ്റെ സഹോദരൻ മിസ്വാക്ക് കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് തങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ, വേണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ കണ്ണുകൊണ്ട് വേണമെന്ന് പറയുകയും അത് ഞാൻ നബി തങ്ങൾക്ക് വേണ്ടി എൻ്റെ വായിലിട്ട് ഒന്ന് പരുവപ്പെടുത്തി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കൊടുത്തപ്പോൾ എൻ്റെ വായിലെ ഉമിനീര് ഹബീബിൻ്റെ ആ വായിലേക്ക് ഈ ബ്രഷിലൂടെ, മിസ്വാക്കിലൂടെ, സിവാക്കിലൂടെ ഹബീബിൻ്റെ വായിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന് അഭിമാനം പറഞ്ഞിട്ട് ബീവി പറയുന്ന അവസാനം ഹബീബായ നബി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ബലിർ റഫീഖൽ അഅ്ലാ, ബലിർ റഫീഖൽ അഅ്ലാ, ബലിർ റഫീഖൽ അഅ്ലാ. അറിവുകളുടെ, ജ്ഞാനങ്ങളുടെ ഏറ്റവും വലിയ അറിവാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന അറിവ്. അറിവുകളുടെ ഏറ്റവും വലിയ സമറത്താണ് പടച്ചവനിലേക്ക് അടുക്കാൻ പറ്റുക എന്നത്. അള്ളാഹുവേ, എനിക്കതല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്റെ ഉന്നതമായ സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് മറ്റെന്തോ ഒരു ഖിയാർ അവിടെ നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് അവിടെ ചോദ്യം വരും. കാരണം ബൽ അല്ല, എനിക്ക് അതല്ല വേണ്ടത്. ഈ ദുന്യാവിൽ നബിയെ, ഈസ നബിയെ ഞാൻ ജീവിപ്പിച്ച പോലെ, ഖിദർ നബി അലൈഹിസ്സലാമിനെ ജീവിപ്പിച്ച പോലെ, അലാ അഷ്ഹരിൽ അഖ്വാൽ, അമ്പിയാക്കന്മാർക്ക് മരണം സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ആയുസ് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമല്ലോ. നബിയെ, ഞാൻ അങ്ങേക്ക് ഒരു ദീർഘായുസ് തന്നോട്ടെയോ? ഇവിടെ തന്നെ നിൽക്കുന്നോ, മദീനത്ത് നിൽക്കുന്നോ നബിയെ? ആരോഗ്യം ക്ഷയിക്കാതെ, രോഗം വരാതെ, വാർദ്ധക്യം തളർത്താതെ ഖിയാമത്ത് നാൾ വരെ അങ്ങേക്ക് അധികാരവും സമ്പത്തും നുബുവത്തും നിലനിർത്തി ഞാൻ തരാം. അതെല്ലാം അങ്ങ് എൻ്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ എന്ന് അസ്വാദിഖുൽ മസ്ദൂഖിനോട് ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിൻ്റെ മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഇഖ്തിയാറിൻ്റെ ഹദീസുകളുണ്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞതൊക്കെ. ബലിർ റഫീഖൽ അഅ്ലാ, ഇല്ല റബ്ബേ, ഇല്ല, ഞാൻ റബ്ബേ അങ്ങയുടെ അരികത്തേക്ക് വരികയാണ്, ഞാൻ അല്ലാഹുവേ അങ്ങയുടെ സാമീപ്യത്തിലേക്ക് വരികയാണ്. ബലിർ റഫീഖൽ അഅ്ലാ. അല്ലാഹുവിനെ പറ്റി നീ എന്ന് പറയാതെ രക്ഷപ്പെടാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ്.
എന്നാൽ ഒരു പ്ലൂരാലിറ്റിയോ അള്ളാഹുവിൻ്റെ വഹ്ദാനീയത്തിന് എതിര് വരുന്ന വാക്കുകളോ ആവും ചെയ്യരുത്. അടച്ചോ നീ എന്നൊക്കെ പറയാം, നമ്മൾ ചെറിയ ചെക്കന്മാരോട് പറയണ പോലെ അള്ളാഹിനോട് പറയാണ്. അല്ല, അള്ളാഹുവിനെ പറ്റി നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലേ രണ്ടോ എന്ന് തോന്നിപ്പോവില്ലേ? അള്ളാഹു ഒന്നല്ലേ? അപ്പോൾ പിന്നെ നീ എന്ന് പറയാനേ വകുപ്പുള്ളൂ. പക്ഷെ ആ പറയുമ്പോഴേ ഖൽബിനുള്ളിൽ ഭയങ്കര പേടി വേണം. നീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുള്ളവരോട് നീ എന്ന് പറയുന്ന പോലെ അള്ളാഹുവിനോട് പറയാൻ അത്രക്ക് നമ്മൾ ധൈര്യമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടുണ്ടോ എന്നറിയില്ല. പുണ്യ നബിയോട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഖാലിഖായ റബ്ബിനോട് പറയാം? മനസ്സിൽ ഭാഷയ്ക്ക് പരിമിതി ഉണ്ട്. അള്ളാഹുവിനെ കുറിച്ച് എന്താ അവൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ഹീ എന്ന് പറയും. കുട്ടികൾ ചോദിക്കും അള്ളാഹ് ആണായിട്ടാണോ, അള്ളാഹ് മാസ്കുലിനാണോ? അല്ല. പിന്നെ ഭാഷയ്ക്ക് അത്രേ പരിമിതിയുള്ളൂ. അള്ളാഹിനെ പറ്റി ഷീ എന്ന് പറയാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് പറയാം. ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. അതും ഇറ്റ് എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത അള്ളാഹ് ഹയ്യുൻ ഖയ്യൂമ. പിന്നെ ആകെ ഒരു വകുപ്പുള്ളത് ഹീ എന്ന് പറയാനാണ്. എന്നല്ലാതെ അള്ളാഹു മാസ്കുലിനായതുകൊണ്ട്, അള്ളാഹു ദഖറായതുകൊണ്ടല്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? അള്ളാഹു തആല റബ്ബ് തആലയെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. പടച്ചവനെ അവിടുത്തെ സാമീപ്യം എനിക്ക് നൽകണമേ എന്ന് 3 തവണ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഇവിടെ പറയുന്നത്. ബലിർ റഫീഖൽ അല. ജീവിതത്തിൻ്റെ ഒരു അവസാനം നോക്കി നിങ്ങൾ. ഇഖ്റ, വായിക്കണേ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച നുബുവത്ത് റഫീഖുൽ അല കൊണ്ട് അവസാനിക്കുകയാണ്. വായന എത്തിച്ചേരേണ്ടത് റഫീഖുൽ അലയിലേക്കാണ്. നമ്മുടെ ഇൽമ് എത്തിച്ചേരേണ്ടത് അങ്ങോട്ടാണ്. നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ കൂടിയിരുത്തങ്ങളും നമ്മുടെ ജാഥകളും നമ്മുടെ പ്രകടനങ്ങളും ഇതൊക്കെ റഫീഖുൽ അലയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നതാകണം. അതിനാണ് ഇഖ്റ കൊണ്ട് തുടങ്ങി റഫീഖുൽ അല കൊണ്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ ഭാര്യയുടെ ചരിത്രം നമ്മൾ കേൾക്കുന്നവരാണ്. വാ കർബാ വാ കർബാ വാ വഹ്ശതാ. എൻ്റെ ബിലാലേ, അങ്ങയുടെ മരണം കൊണ്ട് വരാൻ പോകുന്ന ശൂന്യതയും വിഷമവും വേദനയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഷാമിൽ കിടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി വാ തുറബാ, എൻ്റെ ആനന്ദമേ, എൻ്റെ സന്തോഷമേ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹബ. നാളെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോകുന്നത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വസഹബഹു, അവിടുത്തെ അനുയായികളെയും നാളെയല്ലേ ഞാൻ മരിച്ചു ചെന്നാൽ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷമേ, എൻ്റെ വിഷമമേ എന്ന് ഭാര്യ പറയുമ്പോൾ എൻ്റെ സന്തോഷമേ എന്ന് പറഞ്ഞിട്ട് മരിക്കുകയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു. ജീവിതത്തിന് 100 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെയല്ലേ കൊടുക്കേണ്ടത്? അതല്ലേ വിജയം. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരു ഹദീസ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിയ്യത്ത് ബിദായത്താണ്, തുടക്കമാണ്. ഖാത്തിമത്തതിൻ്റെ അവസാനമാണ്. ഒരു ജീവിതത്തിൻ്റെ, ഒരു കർമ്മത്തിൻ്റെ, അമലിൻ്റെ അവലും ആഖിറും നന്നാവണം. അവൻ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കലി നന്നാവും. അതൊരു തഫാഉലാണ്. അവലും ആഖിറും നന്നാവുമ്പോൾ ഇടയ്ക്ക് എന്തായാലും നന്നാവണമല്ലോ. അതുകൊണ്ടാണ് കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് അതിൻ്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് വുദു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തതല്ലേ? മഹാനവറുകളോട് ചോദിച്ചത് സല്ലി, കഅബേ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങൾ വെളിയിലിരിക്കാൻ വേണ്ടി പോകുമ്പോൾ തങ്ങൾക്ക് വൃത്തിയാവാനുള്ള വെള്ളം കൊണ്ടുപോയി വെക്കും. പക്ഷേ മഹാനവർ വുദുവിൻ്റെ വെള്ളം കൂടെ കൊണ്ടുപോയി കൊടുത്തു. ഒരൽപ്പം ഏറെ ഖിദ്മത്ത് ചെയ്തപ്പോൾ തങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഖിദ്മത്തിന് നബി തങ്ങൾ കൊടുത്ത സമ്മാനമാണ്. കഅബ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് വേണ്ടത് ചോദിച്ചോളൂ. എന്താ മഹാൻ പറഞ്ഞത്? വല്ലാത്ത ബുദ്ധിയായിരുന്നു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. അങ്ങിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികത്തല്ലേ? പിന്നെ റബ്ബിൻ്റെ അരികത്ത് അങ്ങുണ്ടാവും, അങ്ങയുടെ കൂടെ ഞാനുണ്ടാവും. എനിക്ക് അള്ളാഹുവിൻ്റെയും അങ്ങയുടെയും സുഹബത്ത് കിട്ടുമല്ലോ. ആസിയ ബീവി ചോദിച്ചത് അത് തന്നെയാണ്. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നഹ്,
സ്വർഗത്തിൽ വീട് വേണമെന്നല്ല ചോദിച്ചത്. പടച്ചോനെ, നിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിക്കുന്ന വിധം നമ്മളതിനെ മനസ്സിലാക്കണം എന്നാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അപ്പോൾ ചോദിച്ചു നബി തങ്ങൾ, അവ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും വേണോ? അത് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നോക്കണേ, അന്ന് ജനങ്ങൾ ഹബീബായ നബി തങ്ങളോട് വസ്ത്രം വേണം, തുണി വേണം, അന്നം വേണം, ഒട്ടകം വേണം, ആട് വേണം എന്ന് ചോദിക്കുന്ന കാലമായിരുന്നു. അങ്ങനത്തെ കാലം, ദുന്യാവ് ചോദിക്കുന്ന കാലം. ചില ആളുകൾ അങ്ങനെ ചോദിച്ചത്. ഒരു നാട്ടുകാരൻ ചെന്ന് പുണ്യ നബി തങ്ങളെക്കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തറിയില്ലേ, ഇദ്ഹബൂ ഇലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ ജനങ്ങളെ, ഫഇന്നഹു യുഅ്തി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ, ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ നബി തങ്ങൾ കൊടുക്കുന്നത് എനിക്കൊരുപാട് കിട്ടി. 2 മലകൾക്കിടയിലുള്ള താഴ്വരയിലെ ഗനമ്, ഒട്ടക, ആട്ടിൻ പറ്റങ്ങളെ കാണിച്ചിട്ട് ഖുദ്ഹ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ആൾ മുസ്ലിം പോലും അല്ല. അപ്പോൾ മുപ്പര് നാട്ടുകാരോട് ചെന്ന് പറയാം, പൊന്നാര ചങ്ങായിമാരെ, എനിക്ക് കിട്ടിയിട്ടുണ്ട്, പോയിക്കോളി. മുഹമ്മദ് നബി കൊടുക്കുന്നത് യുഅ്തി അതാഅ മൻ ലാ യഖ്ശൽ ഫഖർ ഔ യഖ്ശൽ ഫാഖ, 2 വരികളിൽ കാണാം. ദാരിദ്ര്യം പേടിക്കാത്ത കൊടുതിയാ നബി തങ്ങൾ കൊടുക്കണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ അന്ന് അത് ചോദിക്കുന്ന കാലമാണ്. ആ സമയത്താണ് ഒരു കുപ്പായ തുണി പോലും ചോദിക്കാതെ കഅബ് ഇബ്നു മാലിക് എന്നവർ ചോദിക്കുന്നത്, നബിയേ, മരണം കഴിഞ്ഞ്, മഹ്ശറ കഴിഞ്ഞ്, ഹിസാബ് കഴിഞ്ഞ് സ്വർഗലോകത്തേക്ക് എത്തണമെന്ന് കൊതിക്കുന്ന ഞാൻ നബിയെ അങ്ങയോട് ചോദിച്ചോണു, തരാമെന്നൊരു വാഗ്ദാനം കേൾക്കുമ്പോൾ ഏറ്റവും നല്ല ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? എത്ര വലിയ ബുദ്ധികൂർമ്മതയാണിത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അതുമാത്രം മതി നബിയെ, എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല. അങ്ങയുടെ സലുല്ലാഹൽ ഫിർദൗസൽ അലാ, അല്ലാഹുവിനോട് അസ്അലുല്ലാഹ ശഅസന അലി, മൂസ നബി അലൈഹിസ്സലാം പറയുകയാണ്, അള്ളാഹുവിനോട് ഞാൻ എൻ്റെ ചെരുപ്പിൻ്റെ വാറ് ചോദിക്കാറുണ്ട്. ചെരുപ്പ് പൊട്ടിയാൽ പടച്ചവനെ ചെരുപ്പ് വേണം. അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും. പടച്ചവനോട് തന്നെയാണ് ഇളാമുൽ ഉമൂർ, വലിയ വലിയ കാര്യങ്ങളും ചോദിക്കുക. തങ്ങൾ പറയും, അള്ളാഹുവിനോട് നിങ്ങൾ ചെരുപ്പിൻ്റെ വാറ് ചോദിച്ചോളൂ, കുഴപ്പമില്ല. അള്ളാഹുവിനോട് സ്വർഗവും ചോദിക്കണം. ഏത് സ്വർഗം? ജന്നത്തുൽ ഫിർദൗസ്. സലുല്ലാഹൽ ഫിർദൗസൽ അലാ ഫഇന്നഹു അഅലൽ ജന്നതി വവസതു വഫൗഖഹു അർശുർ റഹ്മാൻ. അല്ലാഹുവിനോട് ചോദിക്കണമേ ജന്നത്തുൽ ഫിർദൗസ്. കാരണം ആ ജന്നത്തുൽ ഫിർദൗസ് ആണ് സ്വർഗത്തിന്റെ മധ്യം. അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്നത്. അതിന്റെ മീതെയാണ് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. ആ അർശിന്റെ താഴെയാണ് ജന്നത്തുൽ ഫിർദൗസ്. അത് കിട്ടണമെന്ന് റബ്ബിനോട് ചോദിക്കണം. നമ്മളോട് പോലും തങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഹളറത്ത് എന്ന ആ ഒരു ഖുർബ്, പടച്ചതമ്പുരാന്റെ അരികത്തെത്തുക എന്ന ആ ഒരു ചിന്ത ഖൽബിലേക്ക് ഇങ്ങനെ തരാൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.